ഇന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോകാൻ കേട്ടോ. എൻ്റെ വീട് കോതമംഗലത്താണ്. ഇവിടെ നിന്നൊരു കൊച്ചിയിൽ നിന്ന് ഒരു 1.5-2 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ചെന്നപ്പോൾ തന്നെ റംബൂട്ടാൻ ഹണ്ടിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്തവണ ഒത്തിരി റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ പഴുത്ത് എടുക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറേ പറിച്ചു. കുറേയൊക്കെ അച്ഛൻ്റെ ഫ്രണ്ടിന് കൊടുത്തു വിട്ടു. കുറേയൊക്കെ ഞങ്ങൾ തന്നെ തിന്ന് തീർത്തു. അപ്പോൾ ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ട് ചുമ്മാ ജിപ്സി എടുത്തൊന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ കസിനും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രിപ്പറേഷനിലൊക്കെയാണ്. അല്ലേ തന്നെ തുമ്പല കുഞ്ഞാവയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകാനായിട്ട്. ചെറിയ മഴയൊക്കെ തൂളുന്നുണ്ടായിരുന്നു. പക്ഷെ അതാണല്ലോ ഒരു വൈബ് അല്ലേ. ഇതിന് ഭയങ്കര ഹൈറ്റ് ആയ എൻ്റെ അമ്മയ്ക്ക് കയറാൻ ഭയങ്കര പാടാണ് കേട്ടോ. പക്ഷെ എങ്ങനെയൊക്കെയോ അമ്മ കയറി. അപ്പം അങ്ങനെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കോതമംഗലത്ത് അടുത്തായിട്ട് വടാട്ടുപാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ അത്യാവശ്യം ചെറിയൊരു വാട്ടർഫോളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ സ്ഥലം കാണാൻ. അപ്പോൾ പണ്ട് ഞങ്ങൾ അവിടെ പോയായിരുന്നു. അപ്പോൾ ഇന്ന് അവിടെയാണ് പോണത്. ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ സീൻ ഉണ്ടായിരുന്നില്ല. ഇനി ഹായ് മതി, ഇനി വേറെ എന്തെങ്കിലും പറ. മഴയൊക്കെ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു വെതറായിരുന്നു. ഈ പോണ വഴിയൊക്കെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഭൂതത്താൻകെട്ട് ഡാം. ഇവിടെ ആക്ച്വലി ഭയങ്കരമായിട്ട് വെള്ളം നിറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ കുറേ പേര് മീൻ പിടിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പയ്യെ ആ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെ ചില സമയത്ത് ഇങ്ങനെ ആനയൊക്കെ ഇറങ്ങാറുണ്ട്. ഇന്നിപ്പോൾ അങ്ങനത്തെ സീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു, മഴക്കാലമൊക്കെ അല്ലേ. എന്തൊക്കെ പറഞ്ഞാൽ ഈ വഴി കൂടെയുള്ളൊരു യാത്ര അതൊരു ഭയങ്കര രസമാണ് കേട്ടോ. കാരണം ഫുള്ളിങ്ങനെ മരങ്ങളും കാടും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു പോക്കറ്റ് റോഡ് നമ്മളിങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സൈറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ പോണത്. ചെറിയ വഴിയാണ്. ഇത് കയറി അങ്ങ് ചെന്ന് കഴിയുമ്പോഴാണ് കേട്ടോ ആ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ളത്. യെസ്, നമ്മളപ്പോൾ ആ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. കുറേ പേരൊക്കെ താഴെ ഉണ്ട്. മെയിൻ വാട്ടർഫോൾ താഴെയുണ്ട്. കുറേ പേരൊക്കെ താഴെയാണ്. അമ്മ ഇറങ്ങണ്ടോ? ഇറങ്ങണ്ടോ? അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വെള്ളക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ഓഫ് റോഡ് റൈഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡും എൻ്റെ അച്ഛനും ഭയങ്കര വണ്ടിപ്പരാന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഭയങ്കര ക്രേസാണ് കേട്ടോ. ഇതങ്ങനെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല കേട്ടോ. എന്നാലും നമുക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കാനൊക്കെ നല്ല രസമാണ്. മഴ നനഞ്ഞുകൊണ്ട് കുഞ്ഞാവിക്ക് 2 വഴക്കൊക്കെ കിട്ടിയിട്ടുണ്ടേ. ഗൈസ് ഹായ് ഹായ് മാത്രമേ നടക്കുന്നു. കോതമംഗലത്തിൻ്റെ ശരിക്കുള്ളൊരു ഭംഗിയാണ് സത്യം പറഞ്ഞാൽ ഈ സ്ഥലത്ത് വന്നത്. എന്തൊരു രസമാണെന്നറിയോ. ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ കോടമഞ്ഞും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് യെസ്, അപ്പം നമ്മൾ വെള്ളത്തിൽ കൂടെ ചാടാൻ പോകാം കേട്ടോ.
പിന്നെ ഇപ്പോൾ ഒരു ഭയങ്കര രസകരമായൊരു സംഭവം നടന്നിട്ടുണ്ടേ, കാണിച്ചു തരാം കേട്ടോ. അത് ഈ വെള്ളത്തിൽ ചാടിയോണ്ട് ചെറിയൊരു പ്രശ്നം പറ്റിയതാണ്, ചെറിയ എന്തോ വെള്ളം കയറിയിട്ട് എന്തോ പറ്റിയതാണ്. അപ്പോൾ അച്ഛനത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ശരിയാക്കി ഇനി നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. ഓടിക്കുന്നവർക്ക് നല്ല സുഖമാണെങ്കിലും ബാക്കിലിരിക്കുമ്പോൾ നമ്മൾ കുലുങ്ങി കുലുങ്ങി മടുക്കും കേട്ടോ. പക്ഷേ നല്ല രസമാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ തിരിച്ചു പോകും. കാരണം 7 മണിക്ക് ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ വീട്ടിലെത്തണം. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു പോകണ വഴിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോയപ്പോഴും അവിടെ ചെന്നപ്പോഴും വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നല്ല മഴയാണ്. വീട്ടിലെത്തിയപ്പോഴേ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇഡ്ഡലി സാമ്പാറൊക്കെ ചെന്നപ്പോൾ തന്നെ എടുത്ത് കഴിച്ചു. അപ്പോൾ അതെ അച്ഛൻ കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻ ചേച്ചി നല്ല രീതിയിൽ കുക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ആളുടെ ഫിഷ് പൊള്ളിച്ചതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് ചേച്ചിനെ കൊണ്ടാണ് ഇന്നത്തെ ഫിഷ് പൊള്ളിച്ചത് ഉണ്ടാക്കുന്നത്. അല്ല എണ്ണ വേണ്ടേ? അപ്പോൾ ചേച്ചി ആക്ച്വലി പൊള്ളിച്ചത് ഉണ്ടാക്കുമ്പോൾ ആദ്യം ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് പിന്നെ മസാലയിലിട്ട് ഒന്നുകൂടി കുക്ക് ചെയ്തിട്ടാണ് വാഴയിലിട്ടിട്ട് പൊതിഞ്ഞ് വീണ്ടും ഒന്ന് പൊള്ളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വീക്കെൻഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മൺഡേ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാം.